നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കർണാടകയിലെ ധർമ്മസ്ഥയിലുണ്ടായ ദുരൂഹ മരണങ്ങളുമായി ബന്ധപ്പെട്ട് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ കൂടുതൽ പേർ പരാതികളുമായി രംഗത്തെത്തി. 2003 ധർമ്മസ്ഥലയിൽ എത്തിയ MBBS വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയെ കാണാതായത് സംബന്ധിച്ച് അമ്മ സുജാത ദക്ഷിണ കന്നഡ ജില്ലാ പോലീസ് മേധാവിക്കാണ് പരാതി നൽകിയത്. 2003 ക്ഷേത്രം അധികാരികളോട് പരാതി പറഞ്ഞപ്പോൾ വളരെ മോശം ഭാഷയിലായിരുന്നു പ്രതികരണമെന്നും ക്ഷേത്ര പരിസരത്ത് നിന്ന് 4 പേർ ചേർന്ന് പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചു എന്നും സുജാതയുടെ പരാതിയിൽ പറയുന്നുണ്ട്. അതിനിടെ ധർമ്മസ്ഥലയിൽ സ്ത്രീകളെ മറവു ചെയ്തെന്ന വെളിപ്പെടുത്തലിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ നാഗലക്ഷ്മി ചൗധരി ഇടപെട്ടു. കഴിഞ്ഞ 20 വർഷം ധർമ്മസ്ഥലയിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും കാണാതായ സ്ത്രീകളുടെ വിവരങ്ങൾ നൽകാൻ സർക്കാരിന് നോട്ടീസ് നൽകി. സ്ത്രീകളും പെൺകുട്ടികളും അടക്കം കാണാതായ എല്ലാവരുടെയും വിവരങ്ങൾ നൽകാനാണ് നിർദ്ദേശം. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ നടപടിയെടുക്കുകയായിരുന്നു. 10 വർഷത്തിനിടെ 100 കണക്കിന് മൃതദേഹങ്ങൾ കുഴിച്ചുമൂടാൻ നിർബന്ധിതനാവുകയും ഇപ്പോൾ കുറ്റബോധം കൊണ്ട് ഉറങ്ങാൻ പോലുമാകാത്ത സ്ഥിതിയിലാണെന്നുമാണ് ദക്ഷിണ കർണാടകയിൽ ദീർഘകാലമായി ശുചീകരണ തൊഴിലാളിയായിരുന്ന ദളിത് വ്യക്തി വെളിപ്പെടുത്തിയത്. ഓജസ്സി ഗൌഡ, സച്ചിൻ ദേശ്പാണ്ഡെ എന്നീ അഭിഭാഷകരുടെ സഹായത്തോടെ ശുചീകരണ തൊഴിലാളി പുറത്തുവിട്ട കത്തിലാണ് ഇക്കാര്യങ്ങൾ വിശദമാക്കുന്നത്. കുഴിച്ചുമൂടിയവരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും ഉണ്ടെന്നാണ് വെളിപ്പെടുത്തൽ. ക്രൂരമായ കൊലപാതകങ്ങൾക്ക് സാക്ഷിയാവേണ്ടി വന്നതായും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. തുടർന്നാണ് ഈ മൃതദേഹങ്ങൾ മറവ് ചെയ്യാനും നിർബന്ധിതരായതെന്ന് ശുചീകരണ തൊഴിലാളി പറയുന്നു. കുടുംബത്തിന് ഭീഷണി നേരിട്ടതോടെ 2014 സമീപ സംസ്ഥാനത്തേക്ക് രക്ഷപ്പെട്ട ഇയാൾ നിലവിൽ പോലീസ് സംരക്ഷണം തേടിയാണ് അപേക്ഷ നൽകിയിട്ടുള്ളത്. ഈ കൊലപാതകങ്ങൾ അന്വേഷിക്കണമെന്നും മൃതദേഹങ്ങൾ കുഴിച്ചെടുക്കണമെന്നുമാണ് ഇയാൾ പോലീസിനോട് ആവശ്യപ്പെടുന്നത്. ആദ്യ തവണ മൃതദേഹം മറവ് ചെയ്യാൻ വിസമ്മതിച്ചതിന് പിന്നാലെ സൂപ്പർവൈസർ ക്രൂരമായി ആക്രമിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. മൃതദേഹങ്ങളിൽ ചിലത് ഡീസൽ ഉപയോഗിച്ച് കത്തിച്ചു കളയുകയും മറ്റു ചിലത് ധർമ്മസ്ഥല ഗ്രാമത്തിൽ പലയിടത്തായി മറവ് ചെയ്യേണ്ടി വന്നുവെന്നുമാണ് വെളിപ്പെടുത്തൽ. വിസമ്മതിച്ചതിന് പിന്നാലെ കുടുംബത്തിലെ പെൺകുട്ടിയെ പീഡിപ്പിക്കാനുള്ള ശ്രമം നടന്നതായും ഇതോടെയാണ് ഗ്രാമത്തിൽ നിന്ന് പോയതെന്നും ഇയാൾ വെളിപ്പെടുത്തി. ശക്തരായ ആളുകളാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് ശുചീകരണ തൊഴിലാളി ആരോപിക്കുന്നത്. മരിച്ചവർക്ക് മാന്യമായ രീതിയിലുള്ള അന്തിമ സംസ്കാരത്തിനുള്ള അവസരമൊരുങ്ങാനാണ് വെളിപ്പെടുത്തലെന്നാണ് ഇയാൾ വിശദമാക്കുന്നത്. മറവ് ചെയ്ത മൃതദേഹങ്ങളിൽ ഏറിയ പങ്കും ലൈംഗിക പീഡനത്തിന് ശേഷം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ നിലയിലുള്ള യുവതികളുടേതാണെന്നും അന്ത്യകർമ്മങ്ങൾ പോലും ചെയ്യാതെ മറവ് ചെയ്യാത്തതിനാൽ മരിച്ചവരുടെ ആത്മാക്കൾ തന്നെ വേട്ടയാടുന്നുവെന്നുമാണ് ശുചീകരണ തൊഴിലാളി പറയുന്നത്. സംഭവത്തിൽ വിവരങ്ങൾ ഒളിച്ചുവെക്കൽ കുറ്റം ചുമത്തി ധർമ്മസ്ഥല പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ധർമ്മസ്ഥലയിൽ 1995 മുതൽ 2014 വരെയാണ് ഇയാൾ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തത്.